നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ചുവപ്പ് നിറമുള്ള ചെയിൻ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു ചെറിയ സംശയം, ഈ ചെറിയ ചെയിൻ വലിച്ചാൽ 100 കണക്കിന് ടൺ ഭാരമുള്ള ട്രെയിൻ എങ്ങനെ നിൽക്കും? ഡ്രൈവറാണോ നിർത്തുന്നത്? അല്ലെങ്കിൽ ഈ ചെയിൻ തന്നെയാണോ ട്രെയിൻ നിർത്തുന്നത്? എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഇതാണ് ട്രെയിനുകളിലുള്ള എമർജൻസി ചെയിൻ സിസ്റ്റം. ഇത് എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പൈപ്പ് എന്നൊരു സിസ്റ്റം ഉണ്ടാകും. ഈ പൈപ്പ് ട്രെയിനിൻ്റെ എല്ലാ കോച്ചസിലും കണക്ട് ചെയ്തിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഹൈ പ്രഷർ എയർ നിറഞ്ഞിരിക്കും. ആ ചെയിൻ വലിക്കുമ്പോൾ ആ പൈപ്പിലുള്ള പ്രഷർ പെട്ടെന്ന് കുറയും. ട്രെയിനിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം വളരെ സ്മാർട്ടായി ഡിസൈൻ ചെയ്തതാണ്. പ്രഷർ നോർമലായിരിക്കുമ്പോൾ ട്രെയിൻ സ്മൂത്തായി ഓടും. പക്ഷേ പ്രഷർ കുറയുന്ന മുറയ്ക്ക് സിസ്റ്റം അതിനെ ഡേഞ്ചർ സിഗ്നലായി കാണും. അതോടെ മുഴുവൻ ട്രെയിനിലും ഓട്ടോമാറ്റിക്കായി ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്യും. അതാണ് ചെയിൻ പുൾ ചെയ്താൽ ട്രെയിൻ നിൽക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ ഡ്രൈവറിന് എങ്ങനെ അറിയും ഇത് സംഭവിച്ചതെന്ന്? ഡ്രൈവർ ക്യാബിനിൽ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാകും. പ്രഷർ ഡ്രോപ്പ് ആയ ഉടനെ അലേർട്ട് സിഗ്നൽ കിട്ടും. അതോടെ ഡ്രൈവർ ഉടൻ കൺട്രോൾ എടുക്കും, ട്രെയിൻ സേഫായി നിർത്തും. ഈ എമർജൻസി ചെയിൻ തമാശയ്ക്കുള്ളതല്ല. ആക്സിഡന്റ്, ഹെൽത്ത് എമർജൻസി, ഫയർ പോലുള്ള സീരിയസ് സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഫൈൻ, ചിലപ്പോൾ ജയിൽ വരെ കിട്ടാം. കാരണം ഒരു ചെറിയ മിസ്യൂസ് പോലും വലിയ പ്രശ്നമാകാം. നിങ്ങൾക്കറിയാമോ, ഒരു ചെയിൻ പുൾ കാരണം ഒരു ട്രെയിൻ മാത്രമല്ല, മുഴുവൻ റെയിൽവേ സ്കെഡ്യൂൾ തന്നെ ഡിലേ ആകാം. 100 കണക്കിന് പാസഞ്ചേഴ്സിനെ അത് ബാധിക്കും. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ റെയിൽവേസ് ഇത് വളരെ സീരിയസ് ആയി ഹാൻഡിൽ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ചെറിയ ചെയിൻ എങ്ങനെ ഒരു വലിയ ട്രെയിൻ നിർത്തുന്നു എന്ന്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.